പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഡിവൈഎഫ്ഐയുടെ പൊതുച്ചോറിനെ സംബന്ധിച്ചും ഹൃദയപൂർവ്വം പദ്ധതിയെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു. ആ വീഡിയോയിൽ ഞങ്ങളൊരു ഷോർട്ട് ഫിലിം എടുത്തതും ഞങ്ങളുടെ കൂട്ടത്തിൽ കിടന്ന ഓട്ടോ ഓടിക്കുന്ന ആൾക്കാരും എൻ്റെ സുഹൃത്തുക്കളും കൂടി ചേർന്നിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു അത്. ആ ഷോർട്ട് ഫിലിം ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ വൈറലായിരിക്കുന്നത് ഒരു 3ാം ക്ലാസ്സുകാരന്റെ ഡയറി കുറിപ്പാണ്. ആ ഡയറി കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ന് വീട്ടിൽ നിന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് ഭക്ഷണ വിതരണത്തിന്റെ ഭാഗമായി ചപ്പാത്തി കൊടുത്തു. എന്തിനാണെന്ന് വീട്ടിൽ തിരക്കി. ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉള്ളതാണത്രേ. ഇതൊരു നല്ല കാര്യമായി എനിക്ക് തോന്നി. ചെർപ്പുളശ്ശേരി കരുണാംകുറിശി AUP സ്കൂളിലെ 3ാം ക്ലാസ്സുകാരൻ അഖിരിത് കൃഷ്ണനാണ് ഡയറിയിൽ ഇത് കുറിച്ചത്. ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം പൊതുച്ചോർ പദ്ധതിയെക്കുറിച്ച് അഖിരിത് എഴുതിയ ഡയറിക്കുറിപ്പും അതിൽ ക്ലാസ് ടീച്ചറായ പ്രതീക്ഷ കൂട്ടിച്ചേർത്ത വരികളും ഫേസ്ബുക്കിൽ ചർച്ചയാവുകയാണ്. കുട്ടികളോട് ദിവസവും ഡയറി എഴുതാനായിട്ട് ക്ലാസ് ടീച്ചറായ പ്രതീക്ഷ പറയുമായിരുന്നു. ഡയറി പരിശോധിച്ചപ്പോഴാണ് അഖിരിത്തിന്റെ വരികൾ ശ്രദ്ധയിൽപ്പെട്ടത്. ഒന്നും രണ്ടുമല്ല, 4000-ഓളം പൊതികളാണ് ഒരു ദിവസം വിതരണം ചെയ്യുന്നത് എന്ന് ടീച്ചർ അതിൽ കൂട്ടിച്ചേർത്തു. ഡിവൈഎഫ്ഐയെ കുറിച്ചോ ഹൃദയപൂർവ്വം പദ്ധതിയെ കുറിച്ചോ അഖിരിതിന് ഒന്നും അറിയില്ലായിരുന്നു. കൂലിപ്പണിക്കാരനായ അച്ഛൻ പങ്കജാക്ഷനോട് ചോദിച്ചറിഞ്ഞ് അവനത് ഡയറിയിൽ കുറിക്കുകയാണ് ഉണ്ടായത്. അധ്യാപിക ഡയറിക്കുറിപ്പ് സുഹൃത്തിന് പങ്കുവച്ചു. സുഹൃത്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു. അത് പിന്നീട് വൈറലായി. P. മമ്മിക്കുട്ടി MLA-യും ഫേസ്ബുക്കിൽ അഖിരിതിന്റെ കുറിപ്പ് പങ്കുവച്ചു. ഡിവൈഎഫ്ഐയുടെ ഔദ്യോഗിക പേജുകളിലും ഷെയർ ചെയ്തിട്ടുണ്ട്. ഹൃദയപൂർവ്വം പദ്ധതിയെക്കുറിച്ച് അടുത്ത ദിവസമാണ് ബ്രിട്ടനിലെ ഗാർഡിയൻ പത്രം പ്രശംസിച്ചത്. അഖിരിതിന്റെ അമ്മ രമ്യ തിരുവനന്തപുരം കല്ലാർ GSLP സ്കൂൾ അധ്യാപികയാണ്. സഹോദരൻ UKG വിദ്യാർത്ഥി അഖിൽ കൃഷ്ണയുമാണ്. എന്തായാലും ആ കൊച്ചുകുട്ടിയായിട്ടുള്ള അഖിരിതിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു.